ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. എടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിക്കുകയും 4-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തുകയും ചെയ്തു. വാഴക്കുട്ടത്തിൽ റാഫേൽ ബേസിലിന്റെ വസതിയിൽ ഷംസു വല്ലത്തുപടി സ്മാരകവേദിയിൽ നടന്ന അനുമോദന സദസ്സ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PK സേതി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അതിന്റെ മുന്നിൽ ചൂളരുത് എന്നാണ് ഇത്തരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലുമുണ്ട് ഉദാഹരണം. ഇന്ത്യയില് മലയാളിയായിട്ടുള്ള ഒറ്റ രാഷ്ട്രപതിയെ ഉണ്ടായിട്ടുള്ളൂ. അതാരാണെന്നറിയോ? പറഞ്ഞ കുട്ടിക്ക് ആരാണെന്ന് വ്യക്തമില്ല, പലയിടത്തും കേട്ടു. പറഞ്ഞ കുട്ടിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കുക. KR നാരായണൻ. ഓക്കെ. അദ്ദേഹം കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ നേരത്തെ പറഞ്ഞ ഇബ്രഹാം ലിങ്കന്റെ ജീവിത സാഹചര്യത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു KR നാരായണൻ. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഉച്ചഭക്ഷണത്തിനൊന്നും നിവൃത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ക്ലാസ്സിലും അദ്ദേഹം ഒന്നാമനായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് സുന്ദരമായ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഉന്നതങ്ങളിൽ എത്തണമെന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ മോഹങ്ങളുള്ളവരാകണം ഓരോ കുട്ടികളും. ഓരോരുത്തർക്കും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകണം. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്തവർ ഒരിക്കലും ഉന്നതിയിലേക്ക് എത്തില്ല. നാം നമ്മുടെ ധാരണകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും പറയുമ്പോൾ ഒരുപക്ഷെ സഹപ്രവർത്തകരും സഹപാഠികളും നമ്മളെ ആക്ഷേപിക്കുമായിരിക്കും. പക്ഷെ അതിന് മുന്നിലൊന്നും ചൂളരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എബ്രഹാം ലിങ്കൻ അതിന് മികച്ച ഉദാഹരണം, KR നാരായണൻ അതിന് മികച്ച ഉദാഹരണം. KR നാരായണൻ സ്കൂൾ ഫൈനലിലും പ്രീ യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രിക്കും PGക്കും എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഉന്നത സ്ഥാനീയനായി വിരാജിച്ചു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായി. അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭാംഗമായിരിക്കവേ അദ്ദേഹം ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് അഭിലാഷം പറഞ്ഞു. 3-ാം വാർഡ് മെമ്പറും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ജോസ്മി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ ആക്ഷൻ സമിതി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകളിൽ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തന മുഖത്താണ്. അദ്ദേഹത്തിന്റെ ആ കഴിവ് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ. എടവിലങ്ങിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും സംരംഭകനുമായ ഹംസ കൊണ്ടാമ്പുള്ളി മുഖ്യാതിഥിയായിരുന്നു. EK സജീവൻ, VC ജോളി, മേരി ജോളി, PK സക്കറിയ, സരോജിനി ശിവദാസൻ, ഫൈസൽ മാസ്റ്റർ, KK അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി കാവാലംകുഴി സ്വാഗതവും ജിജി ടീച്ചർ നന്ദിയും പറഞ്ഞു. ഷിനി സുരേഷ്, ജിസ ബേസിൽ, കത്രീന ജോസഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.